ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഫൈനലി ഇന്ന് നമ്മുടെ ഡോക്ടർ ക്രാഷ് കോഴ്സിന്റെ ഡേ 7 സെക്ഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്കലി ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ് എങ്ങനെ ഡോക്കറൈസ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്ട് ജെഎസിന്റെ ഒരു പ്രൊജക്ട്, നോഡ് ജെഎസിന്റെ ഒരു പ്രൊജക്ട്, സിംപ്ലിഫൈ ആയിട്ട് എങ്ങനെ ഫുൾ സ്റ്റാക്ക് ആപ്പ് ഡോക്കറൈസ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം നമ്മൾ ഡോക്ടർ ഹബിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇമേജ് എങ്ങനെ പുഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതൊക്കെ ഒരു ഹാൻഡ്സ് ഓൺ പ്രൊജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡോക്കർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ജസ്റ്റ് ഡോക്കർ എന്ന് സെർച്ച് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് ഡോക്കർ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓൾറെഡി അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഹാങ്ങാണ്, വരുമായിരിക്കും. അത് വരുമ്പോൾ വരട്ടെ. അതവിടെ ഓണാക്കി വെക്കുക. പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ഫുൾ സ്റ്റാക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കോഡ് ഉണ്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് കോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്ലോൺ ചെയ്തെടുക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഡേ 7 വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനൽ കൊടുക്കുക. കുറച്ച് ഹാങ്ങാണ്, ഇപ്പോൾ വരുമായിരിക്കും. യെസ്, വന്നിട്ടുണ്ട്. ഓക്കെ, കമോൺ. ഓക്കെ, ഗിറ്റ് ക്ലോൺ പേസ്റ്റ് ചെയ്യാം, എൻ്റർ അമർത്താം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് കോഡ് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലോൺ ചെയ്ത് വരും. ഓക്കെ, നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് കോഡൊന്നും സ്ക്രാച്ചിൽ നിന്ന് എഴുതുന്നില്ല. നമ്മൾ ഡോക്കറൈസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഡോക്കർ ഫയൽ, ഡോക്കർ കമ്പോസ് യാമൽ, അതൊക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡും രണ്ടും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫുൾ സ്റ്റാക്ക് ആപ്പ് എങ്ങനെ ഡോക്കറൈസ് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഇത് ക്ലോൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം ക്ലോൺ ചെയ്യുന്നവരെ. ഫൈനലി ഇത് ക്ലോൺ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് VS Code ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു എൻ്റയർ പ്രോജക്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോറി, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ രണ്ട് വന്നിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം, കോഡ് സ്പേസ് ഡോട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് ലേഗാണ്, കുഴപ്പമില്ല. ഓൾറെഡി ഉള്ള കുറച്ച് ടാബ്സ് ഒന്ന് ഞാൻ എടുത്ത് കളയുന്നുണ്ട്. കുറച്ച് പീസ് സ്പീഡ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇത് വേണ്ട, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ഫയലും വേണ്ട, ഓൾറെഡി യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ ക്ലോൺ ചെയ്തത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും വന്നിട്ടുണ്ട്. ബേസിക്കലി ഒരു സിമ്പിൾ ഒരു API ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻഡ്, സിമ്പിളായിട്ടുള്ള റിയാക്റ്റിൻ്റെ ഫ്രണ്ട് എൻഡാണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ബാക്ക് എൻഡ് കാണിച്ചു തരാം. ഇതിൽ ഇൻഡസ്റ്റോഡ് JS എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ API ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു array of JSON ഒരു 3 ഫ്രൂട്ട്സിൻ്റെ സംഭവമുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ DB ഒന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഒരു സാമ്പിൾ APIന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു എൻഡ് പോയിന്റ് വിളിക്കുമ്പോൾ ഈ ഒരു ഐറ്റംസ് റെസ്പോൺസ് കൊടുക്കുന്ന പോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാക്ക് എൻഡ് റൺ ചെയ്യുന്നത് 3001 എന്നുള്ള പോർട്ടിലാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യണം. രണ്ടിനും ഒരേ പാർട്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ 3001 കൊടുത്തു. നമ്മുടെ റിയാക്ട് ആപ്പ് റൺ ചെയ്യുന്നത് 3000-ലാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം ഇത് റിയാക്ട് JSന്റെ കോഡാണ്. ഇതിൽ നമ്മൾ API കോൾ ചെയ്യുന്നുണ്ട്, ലോക്കൽഹോസ്റ്റ് 3001. അതായത് ഇതിലെ 3001 പോർട്ടിലെ API/items, അതാണ് ഇവിടെ API/items. ഇത് വിളിക്കുന്ന സമയത്ത് ഈ സംഭവം വ്യൂ ചെയ്ത് കാണിക്കും. UIയിൽ കാണിച്ചു തരാം. നമ്മൾ ഡോക്കറൈസ് ചെയ്തിട്ട് അത് റൺ ചെയ്തിട്ട് ഇതിൻ്റെ റെസ്പോൺസ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് മാപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണം. അങ്ങനെയുള്ള ചില ജസ്റ്റ് ഒരു ഫുൾ ലിസ്റ്റ് ഹെഡിങ് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് റെസ്പോൺസിൽ വരുന്ന സാധനം ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് ഇവിടെ കാണിക്കുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതാണ് ബേസിക്കലി ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് കോഡ്. ജസ്റ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇനി നമുക്കിതെങ്ങനെ ഡോക്കറൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡോക്കറൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക്
ഫസ്റ്റ് ഇത് രണ്ടിലും npm ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, രണ്ട് പ്രോജക്റ്റിലും നോഡ് മൊഡ്യൂൾസ് ഇല്ല, നമുക്ക് രണ്ട് ഡയറക്ടറിയിലും നമ്മൾ npm ഇൻസ്റ്റാൾ അടിക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് എൻഡിൽ പോയിട്ട് കൊടുക്കാം. അതിന് cd ഫ്രണ്ട് എൻഡ് അടിക്കുക. ഓക്കെ, അതിൽ npm i കൊടുക്കുക. അതേപോലെ ജസ്റ്റ് അതൊന്ന് ഇൻസ്റ്റാൾ ആവുന്നുണ്ടാവും. അതേപോലെ നമ്മളെ ബാക്ക് എൻഡിലേക്ക് പോവാം. cd ബാക്ക് എൻഡ് ഇത് അടിച്ചിട്ട് ടാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവം വരും. ഓക്കെ, എന്നിട്ട് ഇതിലും npm i കൊടുക്കുക. അപ്പോൾ ഇവിടെയും ഇൻസ്റ്റാൾ ആവുന്നുണ്ടാവും. ഇത് ഹാങ് ആണ്, കുഴപ്പമാക്കണ്ട. പിന്നെ ഒന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ബാക്ക് എൻഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫ്രണ്ട് എൻഡ് ഇവിടുന്ന് ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. ഈ ഒരു മീൻ ടൈമിൽ നമ്മൾക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം ഡോക്കർ ലോഗിൻ ആണ്. ഡോക്കർ ലോഗിൻ അടിക്കുക. ഇത് നമ്മൾ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഡോക്കർ ലോഗിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു പരിപാടി വരും. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്തതാണെങ്കിൽ ലോഗിൻ സക്സീഡ് എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ ഒരു ലിങ്ക് വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ജിമെയിൽ അക്കൗണ്ടിലാണോ ഡോക്കർ ഹബ്ബ് ക്രിയേറ്റ് ചെയ്തത് പ്രീവിയസ് വീഡിയോയിൽ നോക്കിയിട്ട് ആ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ ക്രോമിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ ഇവിടെ ഒരു ലിങ്ക് കാണിക്കും ആക്ടിവേറ്റ് എന്നുള്ളത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അതിൻ്റെ മുകളിലൊരു കോഡും ഉണ്ടാവും, അത് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഡോക്കർ ലോഗിൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. npm എന്തോ ഹാങ് ആയിട്ടുണ്ട്, എന്തോ സംഭവമായിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇവിടെ നോഡ് മൊഡ്യൂൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ഡയറക്ടറിയിലേക്ക് പോവാം. ഓക്കെ, സോ ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡോക്കർ, അതായത് ഈ ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനും പേരൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഈ ഇതിൽ വെച്ചേക്കുക. ഓക്കെ, ഇതിലങ്ങ് വെച്ചേക്കുക. ഇനി നമുക്ക് ബാക്ക് എൻഡിന് വേണ്ടിയിട്ടൊരു ഡോക്കർ ക്രിയേറ്റ് ചെയ്യാം, ഫ്രണ്ട് എൻഡിന് വേണ്ടിയിട്ടൊരു ഡോക്കർ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡോക്കർ ഇഗ്നോർ ആണ്. ഡോക്കർ ഇഗ്നോർ. ഓക്കെ, അതൊന്ന് താഴ്ത്തി വെച്ചുതരാം. ഇതിൽ നോഡ് അണ്ടർസ്കോർ മൊഡ്യൂൾസ് കൊടുക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ അത്രയും പാക്കേജ് നമുക്ക് GB വേസ്റ്റ് ആവും. കൂടുതലായിട്ട് ഓൾറെഡി അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബാക്ക് എൻഡിന് വേണ്ടി ഒരു ഡോക്കർ ഫയലാണ്. ഡോക്കർ ഫയൽ. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നോഡ് ജേസിൻ്റെ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ നോഡ് ജേസ് ആണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോഡിൻ്റെ ഇമേജാണ് വേണ്ടത്. അപ്പോൾ ഫ്രം നോഡ് കഴിഞ്ഞ പ്രൊജക്റ്റിൽ നമ്മൾ 22 ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന 18 ആണ്. ഓക്കെ, പിന്നെ അടുത്ത് ചെയ്യുന്നത് വർക്കിൻ ഡയറക്ടറി കൊടുക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന്. പിന്നെ ഉള്ളത് കോപ്പി കമാൻഡ്, കോപ്പി പാക്കേജ് .json സ്പേസ് ഡോട്ട്, അതിന് ശേഷം റൺ npm ഇൻസ്റ്റാൾ, അതിന് ശേഷം കോപ്പി ഡയറക്ടറി, ദെൻ എക്സ്പോസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് 3001 ആണ് ബാക്ക് എൻഡിന്. പിന്നെ cmd ഈ ആപ്പ് റൺ ചെയ്യേണ്ട കോഡ്. നോഡ് index.js. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡ് സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡോക്കർ ഫയലും ഡോക്കർ ഇഗ്നോറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് അതേപോലെ ഫ്രണ്ട് എൻഡ് നമുക്ക് ചെയ്യാം. ഡോക്കർ ഇഗ്നോർ ചെയ്യുന്നതിനെക്കാളും നല്ലത് ജസ്റ്റ് കോപ്പി അടിക്കുക. സെയിം സാധനം തന്നെയാണല്ലോ, പേസ്റ്റ് അടിച്ചാൽ ഇവിടെ വരും. അതേപോലെ ഇതിന് ജസ്റ്റ് കോപ്പി അടിക്കുക, പേസ്റ്റ് അടിക്കുക. ഇതിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, അത് മാറ്റി കൊടുത്താൽ മതി. ഡോക്കർ ഫയലിൽ ഇവിടെ നോഡ് 18 ആണ്, അത് സെയിം ആണ്. വർക്കിൻ ഡയറക്ടറി സെയിം ആണ്. പാക്കേജ് .json ആണ്, ഇത് സെയിം ആണ്. ഫ്രണ്ട് എൻഡിലും സെയിം ആണ്. എക്സ്പോസ് ഉള്ളത് 3000 റൺ ചെയ്ത് ജസ്റ്റ് മാറ്റുക. പിന്നെയുള്ള നോഡ് index.json പകരം നമ്മൾ നോർമലി npm സ്റ്റാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്ട് റൺ ചെയ്യാം. പുതിയതുണ്ട് npm റൺ ഡെവ്, അതെല്ലാം നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് npm സ്റ്റാർട്ടാണ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും.
എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നോർമലി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ചെയ്ത പോലെ. ഇനി ഡോക്കർ യാമൽ ഫയൽ, ഡോക്കർ കമ്പോസ് യാമൽ ഫയൽ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് പുറത്തായിട്ട് ഡോക്കർ കമ്പോസ് YAML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് സിംഗിൾ ആയിട്ടുള്ള ചെയ്യുന്നതാണ്. ഇനി രണ്ട് സർവീസ് വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് വേർഷൻ 3.8 സ്പേസ് കൊടുക്കണം. അതിന് ശേഷം സർവീസസ് സ്പേസ് സെൻറ്ററിലേക്ക് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ബാക്ക് എൻഡ് കൊടുക്കാം. ബാക്ക് എൻഡ് സോ അത് ബിൽഡ് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ സർവീസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ബിൽഡ് ഈ ഒരു ഫോൾഡറിലാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ബിൽഡ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. അത് എടുക്കേണ്ടത് ഏത് ഫോൾഡറാണോ ഈ ഒരു സർവീസസിൻ്റെ കറസ്പോണ്ടിങ് ഉള്ളത് അത് കൊടുക്കുക വേണ്ടത്. സോ നമ്മൾ ഇവിടെ ഉള്ളത് ബാക്ക് എൻഡ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഒരു ഡയറക്ടറി മുകളിലുള്ളത്. അതിന് ശേഷമുള്ളത് പോർട്സ് -3001. പിന്നെ അടുത്തത് കണ്ടെയ്നർ നെയിമാണ്. നമ്മളെ ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടെയ്നർ നെയിമാണ് കൊടുക്കേണ്ടത്. കണ്ടെയ്നർ _നെയിം. നമുക്കിപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. നമ്മളിപ്പോൾ നോഡ് ബാക്ക് എൻഡ് എന്ന് കൊടുക്കുന്നു. അത് നിങ്ങൾ ഏതാണ് പേര് കൊടുക്കേണ്ടത് അത് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡൈനാമിക് ആയിട്ട് എന്താണ് നിങ്ങളെ കണ്ടെയ്നർ നിങ്ങൾക്ക് കൊടുക്കാൻ വിചാരിക്കുന്ന ആ ഒരു പേര് കൊടുക്കാം. പിന്നെ അടുത്തൊരു കമാൻഡ് റീസ്റ്റാർട്ട് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഓൾവേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബൈ ചാൻസ് നമ്മുടെ ബാക്ക് എൻഡ് സർവീസസ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ട് എൻഡ് എഴുതാം. ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് മുകളിലേക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെക്കുക. ഈ ബാക്ക് എൻഡ് എടുക്കുക, ഫ്രണ്ട് എൻഡ് കൊടുക്കുക. പിന്നെ ഉള്ളത് ബിൽഡ് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഫ്രണ്ട് എൻഡ്. പോർട്ട് 3000 ആണ്. ഓക്കെ 3000 ആണ്. കണ്ടെയ്നർ നെയിം ബാക്ക് എൻഡില്ല, റിയാക്ട് ഫ്രണ്ട് എൻഡ്. ഓക്കെ, റീസ്റ്റാർട്ട് ഓൾവേസ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്കർ കമ്പോസും ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി അടുത്തത്, ഇനി നമ്മൾ ഇതൊന്ന് അപ്പ് ചെയ്യണം. ഈ ഒരു രണ്ടും അറ്റ് എ ടൈം അപ്പ് ചെയ്യണം. നമ്മൾ നോർമലി ഇപ്പോൾ ഓരോ ഡോക്കർ ഉണ്ടാക്കിയെങ്കിൽ ഓരോ 1 by 1 ആയിട്ട് നോർമലി നമ്മൾ അപ്പ് ചെയ്യുക, ഇതിന് മുമ്പ് പഠിച്ച രീതിയിൽ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഡോക്കർ കമ്പോസ് യാമൽ ഉപയോഗിച്ചിട്ട് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, രണ്ട് കണ്ടെയ്നർ ഉണ്ടാക്കി, രണ്ട് ഇമേജ് ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നിൽക്കേണ്ടത് പാരൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡയറക്ടറിയിലാണ്, മെയിൻ ആയിട്ട് ഡയറക്ടറിയിലാണ്. ഇതിൻ്റെ ഉള്ളിലല്ല, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ഉള്ളിലല്ല നിൽക്കേണ്ടത്, ഈ ഒരു മെയിൻ ഡയറക്ടറിയിൽ നിൽക്കുക. എന്നിട്ട് നമ്മൾ നോർമലി അടിക്കുന്ന ഡോക്കർ കമ്പോസ് /build. ഓക്കെ, ഇത് കുറച്ച് ടൈം എടുക്കും, ബിക്കോസ് രണ്ടും ഉള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നുണ്ടാവും, അപ്പോൾ എൻ്റെ വേഗം കിട്ടും. അതേപോലെ നിങ്ങൾ കിട്ടണമെന്നില്ല, കുറച്ച് നെറ്റ് സ്പീഡ് ഡിപ്പെൻസ് ഓൺ നെറ്റ് സ്പീഡ് ആൻഡ് പെർഫോമൻസ്. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇഷ്യൂ അടിച്ചിട്ടുണ്ട്. സംഭവമൊന്നുമില്ല, ഇങ്ങനെ ഇഷ്യൂ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വായിച്ചു നോക്കുക. ഫെയിൽ ടു സോൾവ് ഡോക്കർ ഫയൽ പാസ് എറർ ഓൺ ലൈൻ 13. അപ്പോൾ ഇത് അടിച്ചിട്ടുള്ളത് ബാക്ക് എൻഡിലെ ഡോക്കർ ഫയലാണ്. ഓക്കെ, അത് അപ്പോൾ അങ്ങോട്ടേക്ക് വരിക, എന്നിട്ട് ഈ ഒരു കമാൻഡിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്കിയെല്ലാം നീല ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്പേസ് ഇടാൻ വിട്ടുപോയി, സ്പേസ് കൊടുക്കുക. ഫ്രണ്ട് എൻഡിലും സെയിം സ്പേസ് കൊടുക്കുക. ഓക്കെ,
ഇനി ഒന്നുകൂടെ അടിച്ചു നോക്കുക. ഫൈനലി ഇത് റണ്ണായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ടൈം എടുക്കും, പക്ഷേ റണ്ണാവും. ഫൈനലി ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ബാക്ക് ആൻഡ് ഫ്രണ്ട് എൻഡ് സംഭവമെല്ലാം ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ലോക്കൽ ഹോസ്റ്റ് 3000 പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൗസർ എടുക്കുക. കുറച്ച് ഹാങ്ങാണ്, കുഴപ്പമില്ല, വരുമായിരിക്കും. കുഴപ്പമില്ല, വരട്ടെ. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3000 റൺ ചെയ്യുന്നത് app.jsൻ്റെ ആണ്, റിയാക്റ്റിൻ്റെ ആപ്പാണ്. അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ APIയിൽ കൊടുക്കുന്ന റെസ്പോൺസ് കാണാൻ പറ്റും, UIയും കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇത് റൺ ചെയ്തത് ഡോക്കർ യൂസ് ചെയ്ത്, ഡോക്കർ കമ്പോസ് യൂസ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുമിച്ച് റൺ ചെയ്യുന്നത്. ഓക്കെ, സംഭവം വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് റിയാക്റ്റ് ആപ്പ്. യെസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ബാക്ക് എൻഡിലെ API ഡാറ്റ ജസ്റ്റ് ഫ്രണ്ട് എൻഡിൽ മാപ്പ് ചെയ്തതാണ്. വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്താൽ ഒന്നുകൂടി ഇവിടെ വരും. ഓക്കെ, വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ടെസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ കമ്പോസ് ഡോക്കർ രണ്ടും ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡോക്കർ ചെയ്തിട്ട് ഡോക്കർ കമ്പോസ് ചെയ്തിട്ട് സെറ്റാക്കുന്ന പരിപാടി. ഓക്കെ, ജസ്റ്റ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വിളിച്ച് അവിടുത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ ഡോക്കർ ഹബ്ബ് ഉണ്ട്. ഡോക്കർ ഹബ്ബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മുടെ ഡോക്കർ ഹബ്ബിലേക്ക് എങ്ങനെ പുഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ അതിനായിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഇവിടുത്തെ ഒരു ടെർമിനൽ എടുക്കുന്നു. അത് വേണ്ട, പുതിയൊരു ടെർമിനൽ എടുക്കാം. പ്ലസ് അടിച്ചിട്ട് പുതിയൊരു ടെർമിനൽ എടുക്കുക. ഓക്കെ, പുതിയ ടെർമിനൽ എടുത്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡോക്കർ ഇമേജസ് അടിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ചെയ്ത ഡോക്കേഴ്സ് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വന്ന ഈ 2 ഇമേജസ് ആണ്. ഡോക്കർ ഫ്രണ്ട് എൻഡിന് ഒരു ഇമേജ് ഡോക്കർ ഫയൽ ഇത് വെച്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ബാക്ക് എൻഡിനൊരു ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോക്കർ ഹബ്ബിലേക്ക് എങ്ങനെ പുഷ് ചെയ്യാം ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പുഷ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ടാഗിങ് ആണ്. ടാഗ് എന്ന് വെച്ചാൽ ഒരു പേര് കൊടുക്കുന്ന പരിപാടി. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഡോക്കർ ടാഗ് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു കൺവെൻഷൻ. ഡോക്കർ ടാഗ് കൊടുത്തിട്ട് ഫുൾ സ്റ്റാക്ക് UI. ഓക്കെ, ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്രണ്ട് എൻഡ് ആണ് പുഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫ്രണ്ട് എൻഡ് ആയാലും ബാക്ക് എൻഡ് ആയാലും എന്താണെന്ന് വെച്ചാൽ പുഷ് ചെയ്യാം. ഓക്കെ, UI വേണ്ട, നമുക്ക് ബാക്ക് എൻഡ്, അത് കുറച്ച് GB ഉള്ള കുറച്ച് വേഗത്തിലാവും. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട് എൻഡ് പുഷ് ചെയ്തു. ഓക്കെ, ഞാൻ ബാക്ക് എൻഡ് പുഷ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഡോക്കർ ടാഗ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും 1 by 1 ആയിട്ട് പുഷ് ചെയ്യണോ? യെസ്, പുഷ് ചെയ്യണം. ഓക്കെ, ഇത് 2 സെപ്പറേറ്റ് ഇമേജസ് ആണ് ഉള്ളത്, അതുകൊണ്ടും 1 by 1 ആയിട്ട് നമ്മൾ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്യണം. കൊടുക്കുക ജിഷ്ണു ഗീക്സ്. ഈ സംഭവം ഉള്ളത് നമ്മുടെ ഡോക്കർ ഹബിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്തത് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോക്കർ ഹബ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഈ Gmail വെച്ച് കയറ്റുന്നത് ഈ ഒരു കാണുന്ന സംഭവമാണ് ഇതിൻ്റെ യൂസർ നെയിം. അതാദ്യം കൊടുക്കുക, ജിഷ്ണു ഗീക്സ് / പിന്നെ ഈ ഒരു പേര് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു ടാഗ് കൊടുക്കുക -ഹൈഫൺ അല്ല :v1.0. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്താന്ന് കൊടുക്കാണ്ടിരിക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് എന്നുള്ള സംഭവം വരും. പിന്നെയുള്ളത് ഇവളിപ്പോൾ ഫുൾ സ്റ്റാക്ക് ബാക്ക് എൻഡ് ഇല്ലേ, ഇത് നിങ്ങൾ ഇത് തന്നെ കൊടുക്കണം എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ചെറിയ ഇഷ്യൂ അടിക്കും. ഓക്കെ, നമ്മൾ പുതിയ ഇത് ഇമേജിൻ്റെ നെയിമാണ്, അപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഈ രണ്ടാമത് വരുന്ന ഈ ഒരു സംഭവം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഇമേജിനെ സൂചിപ്പിക്കുന്നതാണ്, ഇവിടെയുള്ള ഇമേജിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേര് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക് എൻഡാണ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു ഇമേജിനെയാണ് നമ്മൾ പുഷ് ചെയ്യാൻ നോക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പേര് കറക്റ്റായിട്ട് കൊടുത്തത്. ഡോക്കർ ടാഗ്, ഇമേജ് നെയിം, പിന്നെ നമ്മൾ പുഷ് ചെയ്യാൻ പോകുന്നതിൻ്റെ നെയിം. ഓക്കെ, സോ ജിഷ്ണു ഗീക്സ് എന്നുള്ള യൂസർ നെയിമാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അതേപോലെ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താണെന്നുള്ള പേര് കൊടുക്കുക, അത് കൊടുക്കുക. എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട പേര് അത് കൊടുക്കുക. ഫുൾ സ്റ്റാക്ക് ബാക്ക് എൻഡ്, ഈ ഒരു കോളൻ, പിന്നെ V1 വേർഷൻ 1 അത് ഞാൻ വെറുതെ കൊടുത്തതാണ്. 0.0 ഇത് ഞാൻ പ്രൊഫഷണലി കൊടുത്തതാണ്. ഇതൊന്നും കൊടുത്തില്ല, കോളൻ ശേഷമുള്ള ഒന്നും കൊടുത്തില്ലെങ്കിലും ആ ഡിഫോൾട്ടായിട്ട് ലേറ്റസ്റ്റ് എന്നുള്ള സംഭവം
പോവും. ഓക്കെ, ജസ്റ്റ് എൻ്റർ അമർത്തുക. അപ്പോൾ സംഭവം വന്നിട്ടുണ്ടാവും. ഡോക്കർ ഇമേജ് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ പേര് മാറ്റിയിട്ട് സെയിം ഈ ബാക്കിൻ്റെ സെയിം ഐഡിയ ഉള്ളത് പുതിയൊരു പേര് മാറ്റിയിട്ട് പുതിയൊരു സംഭവം കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ടാഗ് v1.0 വന്നത് നമ്മളിപ്പോൾ ഈ ഒരു കോളം കൊടുത്ത ശേഷം v1.0 കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ മാനുവലി എന്താണെന്ന് വെച്ചാൽ പുതിയ 5-6 വെർഷൻസ് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കൊടുത്തത്. ഓക്കെ, ഇത് വിചാരിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തുള്ളത് ഇത് നമ്മൾ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്യണം. അതിനുള്ളൊരു കമാൻഡ് ഉണ്ട്. ജസ്റ്റ് ഡോക്കർ പുഷ് എന്ന് കൊടുക്കുക. പിന്നെ ഈ ഒരു പേര്, ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ പേര് ഫസ്റ്റ് കൊടുക്കുന്നത് യൂസർ നെയിം തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ സംഭവം പോകില്ല. ഓക്കെ, ഇത് കൊടുക്കുന്ന യൂസർ നെയിം തന്നെ ആയിരിക്കണം. പിന്നെ നേരത്തെ കാണിച്ച ഡോക്കർ ലോഗിൻ ചെയ്തിരിക്കണം, അല്ലാണ്ട് ഇത് പുഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് എൻ്റർ അമർത്തുക. ഇത് പുഷ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ വൈഫൈ കണക്ഷൻ ആൻഡ് സ്പീഡ്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പുഷ് ആവുന്നവരെ. ഫൈനലി നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ ഡോക്കർ ഹബിലേക്ക് പുഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കാണും, ഇതെന്തിനാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് അടിക്കുന്നുണ്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഓപ്പൺ ചെയ്യുക, ഡോക്കർ ഹബ് ഓപ്പൺ ചെയ്യുക. നമ്മളെ അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഡോക്കർ ഹബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ പുഷ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇവിടെ വരണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ജസ്റ്റ് ഡോക്കർ ഹബ് എന്ന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ പുഷ് ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്കർ ഹബിൽ ആ ഒരു ഇമേജ് ഇവിടെ പുഷായിട്ട് വന്നിട്ടുണ്ട് റെപ്പോസിറ്ററിയിൽ. അപ്പോൾ ഇതിനെക്കൊണ്ടുള്ള എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡോക്കർ ഹബിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് ഈ ഡോക്കറിൻ്റെ ഈ ഒരു യൂസർ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ സെർവറിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് സെറ്റാക്കി വെക്കും. എന്നിട്ട് ഇവിടെ പുഷ് ചെയ്തത് നമുക്ക് അവിടെ പുൾ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾക്ക് റൺ ചെയ്യും. അപ്പോൾ നമ്മളെ APIയും ബാക്ക് ഒക്കെ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്. നമ്മൾ ഡേ 1 മുതൽ ഡേ 7 വരെ എല്ലാ കാര്യങ്ങളും ഡോക്കറിൻ്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഡേ 7 ടാസ്കിലേക്ക് കടക്കാം. ഫൈനലി നമ്മുടെ ഡേ 7 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്ത ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുൾ സ്റ്റാക്ക് ആപ്പ് ജസ്റ്റ് ഒന്ന് ഗിറ്റബിൽ പുഷ് ചെയ്യുക. ഗിറ്റബിൽ പുഷ് ചെയ്യാൻ അറിയാത്തവർ നമ്മളെ ഗിറ്റബിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്, അത് കാണുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡോക്കറൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി. വിത്ത് ഡേ 1 to ഡേ 7 വരെയുള്ള ടാസ്കിൻ്റെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ട് ലിങ്ക്സ് ആയിട്ട് ഒരു വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾക്ക് ഷുവറായിട്ട് നമ്മുടെ ഡോക്കറിൻ്റെ സർട്ടിഫിക്കേഷൻ തരുന്നതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ പുതിയ കോഴ്സസിനും ലേറ്റസ്റ്റ് ടെക്നോളജീസ് പഠിക്കാനൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, സോ ഈ ഒരു എൻ്റയർ ഡേ 1 to ഡേ 7 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.